ഹലോ ഫ്രണ്ട്സ്, പാൽഗാമിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാതം നമ്മളെ വരവേറ്റത് നമ്മളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയായിരുന്നു. നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതും അതുപോലെ ബുക്കിൻ്റെ കവർ പേജിലൊക്കെ കണ്ടിട്ടുള്ളതുമായ ആ ഒരു മഞ്ഞിൻ്റെ ലോകത്തേക്കാണ് നമ്മളെ ഇന്നത്തെ പ്രഭാതം കൊണ്ടെത്തിച്ചത്. ഇതിനു മുന്നേ ഇട്ട പാൽഗാമിൻ്റെ വീഡിയോയിൽ, അതായത് ഈ കാണുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാണത്, ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്ഥലങ്ങളിലെല്ലാം മഞ്ഞൊന്നുമില്ലാതെ പ്ലെയിനായിട്ട് കിടക്കുകയായിരുന്നു. അത് ഒരൊറ്റ പുലർച്ചെ കൊണ്ട് ആകെ മാറി മറിഞ്ഞു. മരങ്ങളിലെല്ലാം മഞ്ഞ് വീണ് അവിടുത്തെ മണ്ണൊന്നും കാണാത്ത രീതിയിൽ വണ്ടിയുടെ മേലേക്കും മഞ്ഞ് വീണ് ആകെ ഒരു വെള്ള പുതച്ച് കിടക്കുന്ന ഒരു സ്ഥലം പോലെയായി. നമ്മൾക്കെല്ലാവർക്കും കാശ്മീർ വരുമ്പോൾ മഞ്ഞുമല കാണണം, മഞ്ഞിൽ കളിക്കണം, ഇതൊക്കെയുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ ലൈവായിട്ട് സ്നോ വീഴുന്നത് കാണാൻ പറ്റുമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആര്യ രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. സ്നോഫാൾ ഉണ്ട്, പുറത്ത് വേഗം വായോ കാണാനായിട്ട് എന്ന്. അവരെല്ലാവരും എക്സൈറ്റഡിലായിരുന്നു. ഞങ്ങളും ചാടി എഴുന്നേറ്റ് നേരെ കാണാനായിട്ട് പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഫസ്റ്റത്തെ സ്നോഫാൾ എക്സ്പീരിയൻസ് ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്നോഫാൾ വീഴുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടി ഇറങ്ങി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതൊരു പ്രൈസ്ലെസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വില കൊടുത്താലും കിട്ടാത്തതായിട്ടുണ്ട്. അതുപോലെ ഒന്നായിട്ടാണ് എനിക്ക് ഈ നിമിഷങ്ങളും തോന്നിയത്. കാശ്മീർ പോകുന്ന എല്ലാവർക്കും തന്നെ ഇങ്ങനെ സ്നോഫാൾ കിട്ടണം എന്നില്ല. ഇതൊക്കെ നമ്മൾക്ക് അപൂർവമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. സ്നോഫാളാണ്, നല്ല തണുപ്പുണ്ട്, പക്ഷേ എന്നാൽ കൂടിയും നമ്മൾ അത് എൻജോയ് ചെയ്യണം. ആ ഒരു മൊമെൻറ്റിന് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാമായിരുന്നു. തലേ ദിവസം നമ്മൾ ഈ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ ഇവിടെ എല്ലാവരും മണ്ണ് മാത്രമായിട്ട് കിടക്കുമായിരുന്നു. മരങ്ങളായാലും നല്ല പച്ചപ്പോട് നിൽക്കുന്ന മരങ്ങളായിരുന്നു. ആ മലയിലൊക്കെ നോക്കുമ്പോൾ പച്ച നിറത്തിലുള്ള മലയായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് നോക്ക്, ഫുള്ള് മരങ്ങളെല്ലാവരും മഞ്ഞ് വീണ് നമ്മളൊക്കെ ശരിക്കും ആ ഒരു പണ്ടത്തെയൊക്കെ ബുക്കിലോ സിനിമയിലൊക്കെ കണ്ട പോലത്തെ രീതിയിൽ നമ്മൾക്കത് പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെ, ആരോ ഒരു വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ആയിട്ടാണ് നമുക്കത് തോന്നുന്നുണ്ടായിരുന്നത്. അത്രയും മനോഹരമായിട്ടായിരുന്നു അത്. നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ, അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്നുള്ളത് നമ്മൾക്ക് ഉൾക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്ലാൻ ബേഴ്സിൻ വാലി, ചന്ദൻ വാലിയൊക്കെ പോകാനായിരുന്നു. പക്ഷേ സ്നോഫാൾ കിട്ടിയതോടുകൂടി നമ്മൾ ഫുൾ പ്ലാൻ മാറ്റി. കാരണം അവിടെ തന്നെ നമ്മൾ നല്ല മാക്സിമം എൻജോയ് ചെയ്തു. നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. റൂമിലിരുന്നതിന് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ പിന്നെ അവിടെ തന്നെ എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇത് എൻജോയ് ചെയ്യാനുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടുത്തെ സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ ഹോട്ടലിലേക്കുള്ള വഴിയാണത്. ആ വഴിയിൽ മുഴുവനും മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ജീവനക്കാരൻ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ അത് ഒരു എക്സ്ട്രാ കാര്യമായിട്ട് വരികയാണ്. വലിയ മെയിൻ റോഡിലത്തെ എല്ലാനും മഞ്ഞൊക്കെ JCB കൊണ്ട് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ റോഡെല്ലാം ബ്ലോക്ക് ആവും. അവിടുത്തെ സാധാരണ ജനജീവിതത്തിന് അത് വളരെ ബുദ്ധിമുട്ടേറിയതാകും. അതുകൊണ്ട് തന്നെ അതൊക്കെ അപ്പം തന്നെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മഞ്ഞ് വീണ് കിടക്കുന്ന ആ റോട്ടിലൂടെ പോകാൻ
വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പതുക്കെയാണ് നമ്മളുടെ ഡ്രൈവർ നമ്മളെ അതിൽ കൂടി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ സ്ലിപ്പായി ആക്സിഡൻ്റ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ ടൈമിൽ. മഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ട് ഏത് ദിശയിലേക്ക് നോക്കിയാലും അതെല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എല്ലാവരും മഞ്ഞ് പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് വളരെ മനോഹരമാണ് കാണാൻ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ വളരെ വളരെ ഭംഗിയായിരുന്നു. ഏത് ക്യാമറയിൽ എടുത്താലും എങ്ങനെ എടുത്താലും വളരെ മനോഹരമായി കിട്ടുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് അവിടുത്തെ ആ നദിയാണ് കേട്ടോ. ഇന്നലെ വരുമ്പോഴൊക്കെ ഈ നദിയിൽ ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ട് വേറൊരു ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ ഉരുളൻ കല്ലുകളിലെല്ലാം മഞ്ഞ് വീണ് കിടന്ന് വേറൊരു രീതിയിലുള്ള ഒരു കാഴ്ച, വേറൊരു രീതിയിലുള്ള ഒരു ഭംഗിയാണ് ആ നദിക്കുള്ളത്. ശരിക്കും കാശ്മീർ ഏത് സീസണിൽ വന്നാലും ഭംഗിയുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഈ പുഴേൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വരുമ്പോൾ അവിടെ മഞ്ഞൊന്നും ഇല്ലാണ്ട് ഉരുളൻ കല്ലുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഇന്ന് മഞ്ഞ് വീണിട്ടും അത് കാണാൻ വേറൊരു രീതിയിലുള്ള ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ വരാനും കാശ്മീർ അടിപൊളിയായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നത്. നല്ല തണുപ്പാണ്. നമ്മളെല്ലാവരും ലെയറായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സോക്സും മഫ്ലറും ക്യാപ്പും എല്ലാനും വെച്ചിട്ടാണ് ഈ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റായിട്ട് സർവൈവ് ചെയ്ത് പോകുന്നത്. സാധാരണ നമുക്കൊക്കെ നാട്ടിൽ സമ്മർ വെക്കേഷൻ ഉള്ളതുപോലെ ഇവിടെ വിൻ്റർ വെക്കേഷനാണ്. കാരണം മഞ്ഞ് വീഴ്ചയുള്ള സമയത്ത് ഇവിടെ ഒന്നും നോർമലായിട്ട് കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ ഈ കാഴ്ചയിൽ കണ്ടില്ലേ, റോട്ടിൽ നിന്നെല്ലാം മഞ്ഞ് മാറ്റണം. സ്കൂളുകളിലായാലും എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ജനജീവിതത്തിന് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാവരും വീടിൻ്റെ അകത്തൊക്കെ തന്നെ ഇരുന്ന് തണുപ്പിൽ നിന്ന് സുരക്ഷിതമായിട്ടിരിക്കുകയായിരിക്കും. ഈ കാണുന്നത് നമ്മൾ ഇന്നലെ വന്ന പാൽഗാം മാർക്കറ്റാണ് കേട്ടോ. ആ മാർക്കറ്റിൻ്റെ ഒരു വ്യത്യാസം നോക്കുക. ആ സമയത്തൊക്കെ നമ്മൾ നൈറ്റാണ് ഈ മാർക്കറ്റിൽ വന്നത്. ആ സമയത്തൊക്കെ ഇവിടെ നോർമലായിട്ടുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ മഞ്ഞ് വീണ് ആകെ വണ്ടികളുടെ മീതെ ആയാലും റോഡിലായാലും എല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ ഒരു സമയം ഇവർക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഈ ഒരു സീസണിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കേട്ടോ. കാരണം ഈ ഒരു സീസണിലാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നത് ഈ ഒരു സീസണിലായിരിക്കും. കുറേ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും ഇവിടെ ഉണ്ട് കേട്ടോ. പല കച്ചവടക്കാരും പല ആക്ടിവിറ്റീസിൻ്റെ ആൾക്കാരും നമ്മളോട് പല വിലയായിരിക്കും പറയുന്നത്. നല്ല രീതിക്ക് അവർ കയറ്റിയായിരിക്കും വില പറയുന്നത്. നമ്മൾ പിന്നെ അത് ബാർഗെയിൻ ചെയ്ത് വേണം വില കുറപ്പിക്കാനായിട്ട്. ഇത് നോക്കൂ, നമ്മൾ ഇന്നലെ വന്ന ആ പാൽഗാം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സ്പോട്ടാണിത്. ഇവിടുത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയേറെ പച്ചപ്പിൽ കണ്ട ആ ഒരു സ്ഥലം, നദിയൊക്കെ ഒഴുകുന്ന ഉരുളൻ കല്ലുകളൊക്കെ ഈ കിടന്ന ആ ഒരു സ്ഥലം ഇന്ന് ഫുൾ മഞ്ഞാണ്. ഫുൾ മഞ്ഞ് കോടയിട്ട് നിൽക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തൊരു വ്യത്യാസമാണ് വന്നത്. ഫുള്ള് മഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓരോ ഇലകളിൽ പോലും, മരത്തിൻ്റെ ഓരോ ഇലകളിൽ പോലും മഞ്ഞ് വീണ് കിടക്കുകയാണ്. ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇത്. അതവിടെ പോയി അത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് തോന്നുന്നില്ലേ, ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണെന്ന്. നേരിട്ട് കാണാനായിട്ട് എത്ര ഭംഗിയാണെന്ന് എൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒതുങ്ങില്ല. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ഭംഗിയാണ് അത് നേരിട്ട് കാണാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നതാണ് കാണുന്നത്. അത് പതിയെ മഞ്ഞായി മാറുന്നതാണ് ഈ കാണുന്നത്. അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണത്. നമ്മൾ കാശ്മീർ പ്ലാൻ ചെയ്ത് പോയപ്പോൾ, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടും നമ്മൾക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മഞ്ഞ് വീഴും, നമുക്കത് കാണാൻ പറ്റും. വളരെ വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആ സമയം ഉണ്ടായിരുന്നത്.
എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ്. കാരണം എങ്ങനെ അത് പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, വണ്ടിയിലൊക്കെ മഞ്ഞ് വീണിട്ട് അവരൊക്കെ അത് വൈപ്പർ വെച്ചിട്ട് കളയാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ വഴിയൊക്കെ ഒന്ന് നോക്ക്. ആ മഞ്ഞ് വീഴുന്നതൊക്കെ നേരിട്ട് കാണാൻ വളരെ വളരെ ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ കണ്ടു എത്ര ഭംഗിയാണ് നോക്ക്. വേറെ ഒന്നുമില്ല, ഫുൾ മഞ്ഞ്, മരങ്ങളിലെല്ലാം മഞ്ഞ് തന്നെ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു, ഫുള്ളൊരു വൈറ്റ്. എത്ര ഭംഗിയാണ്. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളൊരു മൊമെൻ്റായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഫ്രെയിം പോലെ നിങ്ങൾക്കും തോന്നുന്നില്ല ഇതൊക്കെ? നമ്മൾ നാട്ടിലുണ്ടല്ലോ കോരിച്ചൊരിയുന്ന മഴയിൽ വണ്ടിയിൽ പോയി ചില്ലിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുക, അതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ? പലർക്കും അതൊരു വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടാണ് ഈ ഒരു യാത്ര കേട്ടോ. വണ്ടിയുടെ അകത്ത് പുറത്ത് മഞ്ഞ് വീണുകൊണ്ടിരിക്കണു, ഇങ്ങനെ ചുറ്റിനും മഞ്ഞ് ഉള്ള സ്ഥലങ്ങൾ, ഒരു സ്ഥലം പോലും ഇല്ല മഞ്ഞ് വീഴാതെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ വൈറ്റായിട്ട് നമ്മൾക്കൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് കൊതി തോന്നുന്ന ഓരോരോ നിമിഷങ്ങളായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു പണി നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഹെവി സ്നോഫാളായ സമയത്ത് നമ്മളുടെ വൈപ്പർ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു. അപ്പോൾ അത് പിന്നെ നമ്മൾ നമ്മുടെ ഷൂ ലേസ് അഴിച്ച് കെട്ടി രണ്ട് സൈഡിൽ നിന്നും വലിച്ചാണ് നമ്മൾ വൈപ്പർ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പഹൽഗാമിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടും സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് പോലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഓരോരോ ബിൽഡിങ്ങും വീടൊക്കെ കാണാൻ എന്താ ഭംഗിയില്ല. കാണുന്നു നോക്ക്, ഇത്ര ഭംഗിയാണ്. സ്വിറ്റ്സർലൻഡിലൊക്കെ പോലെ അല്ലേ? പഹൽഗാമിൽ അങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ടല്ലോ, മിനി സ്വിറ്റ്സർലൻഡ് പറഞ്ഞിട്ട്. അതൊക്കെ ശരിക്കും അതെ കേട്ടോ. പല വിദേശ രാജ്യങ്ങളിലും ഉള്ള അതേ കാര്യങ്ങൾ തന്നെ കാശ്മീരും ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്നതിന് പകരം നമുക്ക് കാശ്മീർ വന്ന് ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. എത്ര വർണ്ണിച്ചാലും അതിൻ്റെ പൂർണ്ണതയിലെത്താത്ത ഒരു കാഴ്ചയാണിത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. നമ്മളങ്ങനെ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ശ്രീനഗറിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. താങ്ക്